നോയ്സ് ബഡ്സ് VS104 ഒരു ഓവർവ്യൂ നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ 14 ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് ഈ ഒരു പ്രോഡക്റ്റ് എത്തുവാണ്. കൂടാതെ ആദ്യത്തെ 104 മിനിറ്റിൽ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ 104 രൂപ കുറഞ്ഞിട്ട് 895 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഞാനും ഇത് വാങ്ങിക്കണം, 895 രൂപയ്ക്ക് വാങ്ങിക്കണം എന്നുള്ള രീതിക്ക് അലാറമൊക്കെ വെച്ചിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ 12 മണിക്ക് ആമസോണിൽ കയറി നോക്കിയ സമയത്ത് ഞാൻ ആക്ച്വലി അവിടെ കാണുന്നത് പ്രോഡക്റ്റ് അൺഅവൈലബിൾ ആണെന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ഓവർവ്യൂവിൽ തന്നെ പണ്ടുണ്ടായിരുന്നു പീട്രോൺ പോലെ ഉടായിപ്പായിരിക്കില്ല ഈ ഒരു നോയ്സ് എന്നുള്ളത്. എന്നാൽ ആ ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ ചിന്തിച്ചു ഇതും നോയ്സും നമ്മുടെ പീട്രോൺ പോലെ ഉടായിപ്പാണോ എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ ട്വീറ്റ് ചെയ്തിട്ടാണ് ട്വിറ്ററിൽ ഈ ഒരു നോയ്സിന്റെ ടാഗൊക്കെ ചെയ്തിട്ട്. എന്തായാലും അവർ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജൂൺ 16 ഉച്ചയ്ക്ക് 12 മണി എന്നുള്ളത്. ഞാൻ അപ്പോഴും നേരെ ജൂൺ 16 ഉച്ചയ്ക്ക് 12 മണിക്ക് ആദ്യം തന്നെ ഇത് വാങ്ങിച്ചു. 104 രൂപ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. എന്തായാലും ഓർഡർ ചെയ്യുന്ന സമയത്ത് 999 രൂപയായിരുന്നെങ്കിൽ പോലും ഓർഡർ കൺഫേം ആയ ആ നിമിഷം തന്നെ 104 രൂപ നമുക്ക് ആമസോൺ പേയിൽ ബാലൻസിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോയ്സിനെ നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അവർ പറഞ്ഞത് വാക്ക് പാലിച്ചു. 104 രൂപയ്ക്ക് 104 മിനിറ്റിനുള്ളിൽ വാങ്ങിച്ചവർക്കൊക്കെ തന്നെ ആ ഒരു 104 രൂപ ബാലൻസ് ആയിട്ട് ആമസോൺ പേയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 895 രൂപയ്ക്ക് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോയ്സിന്റെ ബഡ്സ് VS104 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോ, കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ, ബഡ്സ് VS104 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പൊതുവെ മറ്റുള്ള നോയ്സിന്റെ പ്രോഡക്റ്റുകളിൽ കാണുന്ന ബോക്സ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം വെച്ചാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 എന്നാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ആമസോണിലൊക്കെ ഹൈലൈറ്റ് ചെയ്തിരുന്നത് 5.2 എന്നുള്ളതാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മളത് കൺഫേം ചെയ്യേണ്ടിയിരിക്കുന്നു. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂൺ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 3499 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആദ്യത്തെ ആ ഒരു 104 മിനിറ്റിനുള്ളിൽ വാങ്ങിച്ചെങ്കിൽ 895 രൂപയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് 999 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇനി എന്തായാലും ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധനം കറന്റ് അൺഅവൈലബിൾ ആണ്. എപ്പോൾ ഇത് അവൈലബിൾ ആകുമെന്ന് അറിയത്തില്ല. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ചാർക്കോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും, അതായത് 4 കളേഴ്സിൽ നമുക്കിത് അവൈലബിൾ ആണ്. പൊതുവെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഈ ഒരു നോയ്സിന്റെ അത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും അതല്ല ഇവരുടെ ഈ ഒരു ഇയർബഡ്, നെക്ക് ബാൻഡ്, ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ബോക്സ് എന്ന് പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ട്. കൂടാതെ വീണ്ടും നമുക്ക് കണ്ടോ ഇവിടെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു ബോക്സ് ആണ്. അതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നോയ്സിൻ്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടൊരു യൂസർ ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ബോട്ടിൽ കാണുന്ന പോലെ ഇവിടെയും നമുക്ക് കാണാം. കൂടാതെ വേറൊരു പേപ്പർ ഗൈഡ്, അതുപോലെ തന്നെ വി ആർ ഗ്രേറ്റ്ഫുൾ എന്നിട്ട് മറ്റൊരു സംഭവം. ഇനി ഈ ഒരു ലെയർ അങ്ങ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. കൂടാതെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള ആക്സസറീസ് പറയുവാണെങ്കിൽ ഒന്ന് ഒരു ടൈപ്പ് സി കേബിളും, കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ്. 2 അല്ല കേട്ടോ, പല കളേഴ്സ് ഉണ്ട്. എന്നാലും അതൊരു അട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പുകൾ വെക്കാം. കണ്ട ദേ നോക്കിക്കേ, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്. ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാന്നുള്ളതാണ്. അത് അടിപൊളിയായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇയർ ടിപ്സുകൾ ഒരു ഇയർബഡിൻ്റെ കൂടെ കിട്ടുന്നത്. പൊതുവെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്പാണ് കാണുന്നത്. അതിൽ ആ ഒരു ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. എന്തായാലും ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഇയർ ടിപ്സുകൾ കിട്ടുന്നത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കോമ്പാക്ട് സൈസോട് കൂടിയിട്ടാണ് നമുക്ക് ഒരു കേസ് ലഭ്യമാകുന്നത്. കയ്യിൽ കണ്ട ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 34 ഗ്രാം മാത്രമാണ് നമുക്ക് ഒരു കേസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ 4 LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ടൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. അല്ലാണ്ട് വേറൊന്നും തന്നെ നമുക്ക് കേസിന്റെ മുകളിൽ കാണാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് നമുക്ക് അപ് ടു 30 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ഈ ഒരു 300 mAh 100% ചാർജ് ആകാനായിട്ട് 1.5 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ചാർജിങ് ടൈം എന്ന് പറയുന്നത്. 5V2A ടൈപ്പ് സി പോർട്ട് ആയതുകൊണ്ട് നമുക്ക് 5V2A യൂസ് ചെയ്താൽ അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാനൊക്കെ ചാൻസസ് വളരെ കുറവാണ്. 10 മിനിറ്റ്സ് നമ്മൾ പിന്നെ ചാർജ് കഴിഞ്ഞാൽ 150 മിനിറ്റ് ആണ്. ഇവരുടെ ആ ഒരു അപ്കമിങ് ആ ഒരു സംഭവത്തിൽ എഴുതിയിരുന്നത് 1 മൂവി ടൈം എന്നായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് 150 മിനിറ്റ് ആണ് നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ്
മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ ആ ഒരു ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നത്. ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ. കൂടാതെ സ്റ്റാൻഡ് ബൈ ടൈം എന്ന് പറയുന്നത് 100 മണിക്കൂറൊക്കെയാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇൻസ്റ്റാ വെയ്ക്ക് ആൻഡ് പേ ടെക്നോളജി എന്ന് ബോട്ടിൽ കാണുന്ന പോലെ ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇയർബഡുകളുടെ ഇരിപ്പുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെയും ആ ഒരു ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. കൂടാതെ നല്ല യുണീക്ക് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പിറകിലായിട്ട് ടച്ച് കൺട്രോളും അതുപോലെ തന്നെ നോയ്സിന്റെ ലോഗോയും അതിന് തൊട്ടതായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രേ കളറിലുള്ള ടിപ്പാണ് ഇതിന്റെ കൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ പല ഡിഫറെന്റ് സൈസസിലുള്ള അല്ലെങ്കിൽ പല ഡിഫറെന്റ് കളേഴ്സിലുള്ള ഇയർ ടിപ്സുകൾ നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാന്നുള്ളതാണ്. 13mm സ്പീക്കർ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടാതെ 3 ഗ്രാം മാത്രമേ ഉള്ളൂ ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക ലൈറ്റ് വെയിറ്റ്, ഒരു പേപ്പർ കഷ്ണത്തിന്റെ അത്ര പോലും വെയിറ്റ് ഇല്ലാത്ത രീതിക്കാണ് നമുക്ക് ഈ ഒരു ഇയർബഡ് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ് ടു 6 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു സിംഗിൾ ചാർജിലുള്ള പ്ലേ ടൈം എന്ന് പറയുന്നത്. നമ്മൾ 70% പാട്ട് കേട്ടാൽ മാത്രം ഇയർബഡ് ചാർജ് ആകാനായിട്ട് 30 മിനിറ്റും ഒക്കെ കമ്പനി പറയുന്നുണ്ട്. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ടല്ലേ. സിംഗിൾ ചാർജിൽ 6 hours ആയതുകൊണ്ട് തന്നെ ഒരു 35 to 40 mAh നമുക്ക് ഇയർബഡുകളിൽ ബാറ്ററി കപ്പാസിറ്റിയും കാണും. ഇനി നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലതുവശത്ത് ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതുവശത്ത് നമ്മൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ഏത് ചെയ്താലും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്ത് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതുവശത്ത് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഏതിൽ ചെയ്താലും വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇനി വെയറിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. നോയ്സിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ എനിക്കിതിന് ഈ ഒരു 104 പറയാൻ പറ്റും. കാരണം 102 അതുപോലെ തന്നെ ബഡ്സ് മിനിയൊക്കെ അൺബോക്സ് ചെയ്തിട്ട് എനിക്കങ്ങോട്ട് വളരെ ഒരു എന്താ പറയുക, ഞാൻ ആ ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഈ 2 പ്രോഡക്റ്റുകളിലും. എന്നാൽ ഈ ഒരു ബഡ്സ് VS104 ഞാൻ ആക്ച്വലി വാങ്ങിച്ചതൊരു പരീക്ഷണാർത്ഥമാണ്. എന്നാൽ അതിനെയൊക്കെ തന്നെ മറികടന്നിട്ടാണ് ആക്ച്വലി ഈ ഒരു ബഡ്സ് VS104 നമുക്ക് വന്നിരിക്കുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാനായിട്ട് ചാൻസസ് ഇല്ല. 1 വർഷം നമുക്ക് ഇതിന് വാറന്റിയൊക്കെ ഉണ്ട്. നോയ്സിന് പിന്നെ പൊതുവെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. അതായത് ഡ്യൂറബിലിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഇനി ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് എത്ര മൈക്ക് ഉണ്ട്? എനിക്ക് തോന്നുന്നു ഡ്യുവൽ മൈക്ക് ആയിരിക്കണം, കാരണം കോട്ട് മൈക്ക് എന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ ENC ഉണ്ടെന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും നിങ്ങൾ ഇപ്പോൾ ഇനി കേൾക്കാൻ പോകുന്നത് നമ്മുടെ ബഡ്സ് VS104 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത് ഇൻഡോറിനകത്ത്. എന്നാലും ഇതിൽ ENC ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ നമുക്ക് അറിയത്തില്ല. എന്നാലും എന്തുമാത്രം ആ ഒരു മൈക്ക് ക്വാളിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബഡ്സ് VS104 നിന്നും. എന്നാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഔട്ട്സൈഡ് മൈക്ക് ക്വാളിറ്റി ഞാൻ വേണമെങ്കിൽ ഇന്നിപ്പോൾ വൈകിട്ട് സൈക്ലിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഒരു ഷോർട്സ് നമ്മുടെ ടാഗിന്റെ ROG 100 GT ചെയ്ത പോലെ ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് മൈക്ക് കോളിംഗ് പർപ്പസിന് വാങ്ങിക്കണമോ വേണ്ടയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് നോയ്സിന്റെ ഒരു പ്രോഡക്റ്റിൽ ഇത്രയും നല്ല മ്യൂസിക് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ 2000 രൂപയ്ക്ക് മുകളിലുള്ളതിലൊക്കെ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്ത നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഒന്നിലും തന്നെ ഇത്രയും നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയാണ്. ബേസ് ലവേഴ്സിന് ഇതിനകത്തെ നമുക്ക് ആ ഒരു ട്രൂ ബേസ് ടെക്നോളജി ഉണ്ട്. ഞാൻ ഇവരുടെ ഓവർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൂ ബേസ് ടെക്നോളജി എന്ന് ഇവർ പറയുന്നെങ്കിൽ പോലും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഞാൻ പറയുന്നതാണ് ആ ഒരു ട്രൂ ബേസ് ടെക്നോളജി നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആകുന്നുണ്ട്. നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആണ്. നമ്മൾ ചെറിയ ഒരു മിഡിൽ ഇട്ടാൽ പോലും നമുക്ക് ആക്ച്വലി ഒരു 50% ഇട്ട് പാട്ട് കേട്ടാൽ പോലും നല്ല രീതിക്ക് തന്നെ നമുക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു മോണോ ഔട്ട്പുട്ടാണ് നമുക്ക് കുറച്ചൊന്ന് ഡോമിനേറ്റഡ് ആണ് നിൽക്കുന്നത്. ട്രെബിള് ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ എന്നാലും കുറച്ചൊന്ന് മോണോ ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ടിൽ നിൽക്കുന്നത്. SBC AAC കോഡൊക്കെ ഉണ്ട് കേട്ടോ. അതും നമ്മൾ എടുത്തു പറയേണ്ട ഈ ഒരു സവിശേഷത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടിട്ട് കേട്ടാൽ പോലും അങ്ങനെ പതർച്ച ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. എൻഹാൻസ്ഡ് തന്നെയാണ് ഔട്ട്പുട്ട്, അതിലൊന്നും വേറെ ഒരു സംശയവുമില്ല. ഓവറോൾ നമുക്ക് മ്യൂസിക് ക്വാളിറ്റി പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ വീണ്ടും പറയണത്, ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള നോയ്സിൻ്റെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബഡ്സ് 104 തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി ലേറ്റൻസി ഗെയിം മോഡ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആയതുകൊണ്ട് തന്നെ ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ട് ഞാൻ PUBG ആക്ച്വലി ഒരു ഗെയിം പ്ലേ ഞാൻ ഫുള്ളി
കൺസോളിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റി, എനിക്ക് ചിക്കൻ ഡിന്നർ അടിക്കാനും പറ്റി എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് അങ്ങോട്ട് വലിയ ഡിലേ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഗെയിമിംഗ് മോഡോ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും എന്നെ പോലുള്ള, അതായത് ഒരു പ്രോ പ്ലെയർ അല്ല ഞാൻ, എന്നാൽ പോലും എന്നെ പോലുള്ള ഒരു സാധാരണ പ്ലെയർ, ഒരു ആവറേജ് പ്ലെയറിനൊക്കെ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ബഡ്സ് VS104 വെച്ച് കളിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡിലേ ഉണ്ട്. പക്ഷേ എന്നാലും അതൊന്നും നമുക്ക് എന്താ പറയുക മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡിലേ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ എനിമീസിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വരുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും വേറൊരു സംശയമില്ല കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് എനിമി എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് ട്രിഗർ ചെയ്യാൻ സാധിക്കും. ഞാനൊരു 40-50% അതിനകത്ത് മാത്രമാണ് വോളിയത്തിൽ ഈ ഒരു ഗെയിം കളിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ 100% ഇട്ട് കേൾക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫുഡ് സ്റ്റെപ്പും അതും ഒക്കെ തന്നെ കേൾക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല സിങ്ക് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതിലൊന്നും വേറെ ഒരു സംശയവുമില്ല. ലോ ലേറ്റൻസി മോഡ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണും, പക്ഷേ അവർ ഹൈലൈറ്റ് ആയിട്ട് പറയാത്തതായിരിക്കാം. എന്തായാലും ബ്ലൂടൂത്ത് വേർഷൻ 5.3ന്റെ അഡ്വാൻറ്റേജ് ആണോ എന്ന് അറിയത്തില്ല. അതിൽ ഓവറോൾ നല്ലൊരു സംഭവം തന്നെയാണ്. 990 രൂപയ്ക്ക് നമുക്ക് ആക്ച്വലി വർത്ത് ബൈങ് തന്നെയാണ് ഈ ഒരു നോയ്സിന്റെ ബഡ്സ് VS104. മൈക്ക് ക്വാളിറ്റി നിങ്ങൾ കേട്ടല്ലോ, അതുകൂടിയാണ് ഞാൻ കേൾക്കാത്തത്. ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കണല്ലോ, മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും വീഡിയോസ് കാണുമ്പോഴൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 990 രൂപയ്ക്ക് നോയ്സ് ബഡ്സ് VS104 നമ്മൾ വാങ്ങിക്കുന്നതിൽ യാതൊരുവിധ എന്താ പറയുക ഒരു സംശയവും വെക്കാണ്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ. വർത്താണെന്നുള്ള ഈ ഒരു സമയത്ത് നമുക്ക് 990 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വർത്ത് ബൈങ് ആയിട്ടുള്ള ഒരു TWS തന്നെയാണ് ഈ ഒരു നോയ്സ് ബഡ്സ് VS102. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ നോയ്സ് ബഡ്സ് VS102നെ കുറിച്ചുള്ള ഏകദേശം ഇതാണ് നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് വിൽക്കും ഉറപ്പായിട്ടും. ഇതെന്നുള്ളതല്ല, നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുള്ള ഏതൊരു പ്രോഡക്റ്റും ഇനി അങ്ങോട്ട് അൺബോക്സ് ചെയ്യാൻ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ വിൽക്കുന്നതാണ്. കാരണം അതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സാധനം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.